Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. Calicut University 3rd semester BCom and BBA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ സിലബസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണത്തെ പോലെ നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ഉള്ളതുപോലെ ഇപ്രാവശ്യം നിങ്ങൾക്ക് AEC അല്ല MDC ആണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ലാംഗ്വേജസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് പ്രകാരം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ക്ലാസ് കേട്ടോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് കേരള സമൂഹവും വാണിജ്യ സംസ്കാരവും എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് 5 മൊഡ്യൂളുകളാണ്. 4 മൊഡ്യൂള് എന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് വരും. 5ാമത്തെ മൊഡ്യൂൾ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളായിട്ടാണ് വരുന്നത്. പിന്നെ മാർക്സിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ 25 മാർക്ക് ഇൻറ്റേർണൽ മാർക്കും 50 മാർക്ക് എക്സ്റ്റേണൽ മാർക്കുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മൊഡ്യൂൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്ന് നോക്കാം. 1ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് കേരളവും കച്ചവട പാരമ്പര്യവും. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ വന്നിരിക്കുന്നത് കേരളവും കച്ചവട പാരമ്പര്യവും, ഇതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണയാണ്. 2ാമത്തത് വന്നിരിക്കുന്നത് പ്രാചീന കടൽ കച്ചവട ബന്ധങ്ങൾ. അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്കുകാർ, റോമക്കാർ, ഈജിപ്തുകാർ, അറബികൾ, ചൈനക്കാർ. അപ്പോൾ ഇവരുടെ കച്ചവട ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഈ 2ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. 3ാമത്തത് 2ാം ചേര സാമ്രാജ്യകാലത്തെ കച്ചവട ഉടമ്പടികളെ കുറിച്ചിട്ടാണ്. അതിൽ 2 ശാസനങ്ങളെ കുറിച്ചുകൂടി പറയുന്നുണ്ട്. 1 തരിശാപ്പള്ളി ശാസനം, 2 ജൂതശാസനം. അടുത്ത ചാപ്റ്റർ വന്നിരിക്കുന്നത് കച്ചവട സംഘങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അതിൽ വരുന്ന കച്ചവട സംഘങ്ങൾ അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയാറ്. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വിശദ പഠനമാണ് പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ. വേലായുധൻ പണിക്കശ്ശേരിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. 2ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് കേരളവും തൊഴിൽ മേഖലകളും. അതിൽ 1ാമത്തെ ചാപ്റ്റർ സാഹിത്യത്തിലെ കച്ചവട സൂചനകൾ, അതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ. അതിൽ വരുന്നത് മണിപ്രവാള കൃതികളിലെ അങ്ങാടി വിവരണങ്ങൾ, ഉണ്ണുനീലി സന്ദേശം, കോക സന്ദേശം എന്നിവയാണ്. 2ാമത്തെ ചാപ്റ്റർ വന്നിരിക്കുന്നത് കലയും തൊഴിലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊരു സാമാന്യ ധാരണയാണ്. അതിൽ വന്നിരിക്കുന്നത് അഭിനയമാണെങ്കിൽ ചാക്യാർ, സംഗീതമാണെങ്കിൽ പുള്ളുവന്മാർ, പാണന്മാർ, സോപാന സംഗീതമാണെങ്കിൽ പൊതുവാൾമാർ, ചെണ്ടയാണെങ്കിൽ മാരാർ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടിൽ വ്യവസായങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതിൽ കൈത്തറി, കയറ്, പരമ്പരാഗത ദേശനിർമ്മിതികൾ, അതായത് ബേപ്പൂർ, ഉരു, ആറന്മുള കണ്ണാടി, കൊയിലാണ്ടി, ഹൂക്ക നിർമ്മാണം തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരും ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ അടുത്തൊരു ചാപ്റ്റർ വന്നിരിക്കുന്നത് വിശദ പഠനമാണ്. മിഷണറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹ്യ ചരിത്രവും, ബിനിൽ പോൾ രചിച്ചിട്ടുള്ള ഒരു ലേഖനത്തിൻ്റെ വിശദ പഠനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ചാപ്റ്റർ ഒരു വിശദ പഠനമാണ് കാലിക്കുളമ്പടികൾ. മഹ്മൂദ് കുരിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ വരുന്നത് കേരളീയ നവോത്ഥാനം എന്ന മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് നവോത്ഥാനം എന്ന ആശയത്തെക്കുറിച്ചാണ്. കേരളീയ നവോത്ഥാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ചാപ്റ്റർ വരുന്നത് മലയാളി മെമ്മോറിയൽ, അതുപോലെ ഈഴവ മെമ്മോറിയൽ. പിന്നെ വരുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഇതിൽ വരുന്നത് SNDP, സാധുജന പരിപാലന യോഗം, NSS, യോഗക്ഷേമ സഭ, സഹോദര പ്രസ്ഥാനം, മിഷണറി പ്രവർത്തനം, കേരള മുസ്ലിം ഐക്യ സംഘം, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നവോത്ഥാന നായകരെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അതിൽ വരുന്ന ആളുകൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, VT ഭട്ടതിരിപ്പാട്, സന ഉള്ള മക്തി തങ്ങൾ, വക്കം മൗലവി, ചാവർ അച്ഛൻ, പൊയ്കയിൽ അപ്പച്ചൻ തുടങ്ങിയവരെ കുറിച്ചാണ്. അടുത്തതായിട്ട് ക്ഷേത്രപ്രവേശന സമരങ്ങളാണ് വരുന്നത്. അതിൽ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത ചാപ്റ്റർ വരുന്ന ഒരു ചെറുകഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഗുരുദേവ് എക്സ്പ്രസ് എന്നാണ് ചെറുകഥയുടെ പേര്. V. ഷിനിലാൽ എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു ചെറുകഥ. പിന്നെ അടുത്ത ചാപ്റ്റർ ഒരു കവിതയാണ്, ചണ്ടാല ഭിക്ഷുകി എന്ന കവിത. കുമാരനാശാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ടുള്ള ഒരു വരികൾ വരുന്നില്ല. വത്സമാതങ്കിയെ എന്ന വരി തൊട്ട് ഘോര നാടക ദ്വാരമടഞ്ഞു എന്ന ആ ഒരു വരികൾ വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ലാസ്റ്റ് വരുന്നത് ഒരു സിനിമയാണ്, 19ാം നൂറ്റാണ്ട് എന്ന സിനിമയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതോടെ 3ാമത്തെ മൊഡ്യൂൾ അവസാനിച്ചു. ഇനി വരുന്ന 4ാമത്തെ മൊഡ്യൂളാണ്. 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ആധുനിക കേരളം.
ആധുനിക കേരളം എന്ന മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കാർഷിക സംസ്കൃതിയെക്കുറിച്ചാണ്. അതിൽ വരുന്നത് ജന്മിത്തം, കാർഷിക സമരങ്ങൾ, ഭൂപരിഷ്കരണത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ഫലങ്ങൾ എന്നിവയാണ്. അടുത്ത ചാപ്റ്റർ വരുന്നത് ഒരു കേരള മോഡലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, ഉന്നത വിദ്യാഭ്യാസ രംഗം, ശുചിത്വം, ഹരിത കർമ്മസേന, മാലിന്യമുക്ത നവകേരളം എന്നിവയാണ് ഉൾപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ വരുന്നത് അധികാര വികേന്ദ്രീകരണം കൂടിയാണ്. ജനകീയാസൂത്രണം, അതായത് ഗ്രാമസഭ, ഇതാണ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇനി അടുത്ത ചാപ്റ്റർ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം എന്നൊരു ലേഖനമാണ്. ഡോക്ടർ എം കുഞ്ഞാമനാണ് അത് രചിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ടൂറിസത്തിൻ്റെ ഒരു ലേഖനമാണ്. ഡോക്ടർ വി വേണുവാണ് ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ 4 മൊഡ്യൂളുകളും അവസാനിച്ചു. അവസാനത്തെ മൊഡ്യൂൾ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അത് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന അസൈൻമെൻറ്റ്സ്, സെമിനാറുകൾ, അതുപോലെ പഠന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. തുടർച്ചയായ വിലയിരുത്തലിലൂടെ 5 മാർക്കിന് ഇൻറ്റേർണലായിട്ട് മൂല്യനിർണ്ണയം ചെയ്യുന്നൊരു മൊഡ്യൂളാണ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി ബികോമിൻ്റെ സിലബസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ടെക്സ്റ്റിൻ്റെ അവൈലബിൾ അനുസരിച്ചിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക എല്ലാവരും. കിട്ടിയ ഉടനെ തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.